അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വേറൊന്നുമല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ്. അപ്പം ചെറുക്കനൊക്കെ വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ആദ്യമേ വന്ന് അമ്പലത്തിൽ നിൽക്കുകയാണ്. അതെ 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 അതിലേ അഖിലേ ഗൈസ്, അങ്ങനെ കല്യാണച്ചെറുക്കൻ വന്നിട്ടുണ്ട്. ചെറുക്കൻ വണ്ടിക്കകത്ത്. ഗൈസ്, നമുക്ക് ചെറുക്കനെ കാണാം. ബ്രോ എന്താണ്? പോയി മുടിയൊക്കെ സ്റ്റൈലാക്കി വന്നിട്ടുണ്ട്. ഗൈസ്, ചെറുക്കൻ്റെ വണ്ടി ഇവിടെ, പെണ്ണിൻ്റെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ബ്രോ എന്താണിന്ന്? ഹാപ്പി അല്ലേ? ഗൈസ്, പെണ്ണിൻ്റെ വണ്ടി വന്നപ്പോഴത്തേക്ക് കല്യാണ ചെറുക്കൻ്റെ അമ്മ ഓടി അവൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. പെണ്ണിൻ്റെ പേര് നികിത എന്നും അവൻ്റെ അച്ഛൻ്റെ ശരിക്കുള്ള പേര് സുജീഷ് എന്നുമാണ്. അപ്പം ചെറുക്കനെ ആര് വണ്ടിക്കകത്ത് നടക്കുന്നുള്ളതിന് അതിലെന്ന് പറയുകയാണ്. അതിൽ ബൊക്കം എടുത്ത് ഇറക്കിക്കോളാം നമ്മ എടുത്ത്. പെണ്ണ് വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, എടുക്കാൻ വിട്ടുപോയി. ഒത്തുപുറോടുണ്ട് ഇറങ്ങിയടാ. ചെറുക്കനെ ഇറങ്ങാൻ വേണ്ടി ഇരിക്കുന്നു. ചെറുക്കനെ ഇറങ്ങടാ. എൻട്രി ടൈം കൊടുക്കും. ഓൾ ദി ബെസ്റ്റ്. ഇൻസ്ട്രക്ഷൻ അവന്മാരോട് ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ക്യാമറ ഫോട്ടോ കിട്ടുമല്ലോ. രാവിലെ കല്യാണമല്ലേ ഉള്ളൂ. കാത്തിരുന്നിട്ടാണ് അവനിങ്ങനെ കല്യാണത്തിലേക്ക് എത്തിയത്. ലവ് മാരേജാണ്. സുഹൃത്തുക്കളും പിന്നെ അടുത്ത റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. ഗൈസ്, വലിയ ആൾക്കാരൊന്നുമില്ല. ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും ഞങ്ങൾ കുറച്ച് തെണ്ടിക്കൂട്ടുകാരും. അതെ 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 എടാ, ഞാൻ എടുത്തോട്ടാ. അങ്ങനെ ചെറുക്കനും പെണ്ണും ഒന്നിച്ച് മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. ചെറുക്കൻ്റെ അമ്മയുടെ കൂടെ പുറയിൽ വരുന്നത് ചെറുക്കൻ്റെ അനിയൻ്റെ വൈഫും ചേട്ടൻ്റെ വൈഫും. ഗൈസ്, അമ്പലത്തിനകത്തേക്ക് കയറുകയാണ്. അമ്പലത്തിൽ കയറിയിട്ട് ബാക്കി പിന്നെ അകത്തേക്ക് കയറുമ്പോൾ ഗൈസ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ ഭാഗമാണ് ചെയ്തുകൊണ്ടാണ്. അവസരമായതിനെയും മണ്ഡപം ബുക്ക് ചെയ്യലും കല്യാണത്തിൻ്റെ അമ്പലത്തിലെ മാത്രം ചിലവ് ഏതാണ്ട് 27 to 30 എങ്ങാണ്ടായെന്നാണ് പറയുന്നത്. അപ്പം പെണ്ണിൻ്റെ അമ്മയും അച്ഛനും പറ നിറയ്ക്കുന്ന ചടങ്ങാണിത്. ഇതിൻ്റെ ഐതിഹ്യവും ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരാണ് പറ നിറയ്ക്കുന്നത്. ഇത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനെപ്പറ്റി ഞാൻ ആരുടെടുത്തും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പം അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ വിശദീകരിച്ച് തരാനും അറിയത്തില്ല. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരുത്തൻ്റെ കല്യാണം, അത് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് അടിപൊളിയായിട്ടായിരുന്നു. അതായത് ഞാൻ ഇവിടെ കട്ടപ്പന ഗോസിപ്പ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പം അവിടുന്ന് നമ്മൾ ഷർട്ട് കൊടുത്ത് തയ്പ്പിച്ച്, അതായത് ഓർഡർ കൊടുത്ത് തയ്പ്പിച്ചെടുത്ത്. ഷർട്ട് കൊള്ളാം കേട്ടോ, നൈസ് ക്വാളിറ്റി. അവർ നൈസായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഷർട്ട്. അപ്പോൾ ഇനി വേറെ ഷർട്ട് അവിടെ കൊടുക്കണമെന്ന് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷർട്ട് വേണമെങ്കിൽ ഗോസിപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ക്യാമറമാൻ അദ്ദേഹം വന്ന് എൻ്റെ ഫ്രെയിം കളയുന്നുണ്ട്. കുഴപ്പമില്ല, പുള്ളിയുടെ വർക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതാണ്. അവസരക്കാരുണ്ട് അവിടെ, എനിക്കിതിൻ്റെ ഒന്നും പേരറിയത്തില്ല. പിന്നെ ഒരു സ്വാന്തിമാരുണ്ട്. അങ്ങനെ കല്യാണത്തിൻ്റെ മുഹൂർത്തം എപ്പോഴാണ് എന്തോ എനിക്കറിയില്ല. അങ്ങനെ ചെറുക്കനും പെണ്ണും മണ്ഡപത്തിലേക്ക് കയറുന്നൊരു മൊമെൻ്റാണിത്. ചെറുക്കനെ ആരും കയറ്റി, അതിന് തൊട്ട് പുറകെ പെണ്ണിനെയും കയറ്റിയിട്ടുണ്ട്. അപ്പം ഈ അടുത്ത ചേട്ടൻ ഐഫോണും പിടിച്ചെൻ്റെ വീഡിയോ നശിപ്പിക്കുന്നുണ്ട് എൻ്റെ ഫ്രെയിം മൊത്തം. പിന്നെ ഞാൻ ഉള്ള ഫ്രെയിമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഞാൻ എവിടെയൊക്കെ പോയി നിന്ന് എങ്ങനെയൊക്കെ എടുത്തെന്ന് പറഞ്ഞാൽ ഈ ചേട്ടായി വന്ന് എൻ്റെ ഫ്രെയിം കളയുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ ഡ്യൂട്ടി ചെയ്യണ്ടേ, പൈസ വാങ്ങുന്നല്ലേ, നമ്മളെ ഫ്രീ അല്ലേ. അപ്പം പിന്നെ എങ്ങനെയൊക്കെ പദ്ധതി. പിന്നെ എന്തോ ചടങ്ങെന്നൊന്നും എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞ ചടങ്ങൊക്കെ എന്താണ് വിവരിച്ച് തരണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ എനിക്കൊന്നും അറിഞ്ഞൂടാ. എങ്ങനെ അവിടെ ചെറുക്കനെയും പെണ്ണിനെയും അതാരാ ദക്ഷിണ കൊടുക്കാമെന്ന് തോന്നുന്നു. അല്ല, കൈ പിടിച്ചു കൊടുക്കുന്ന ചടങ്ങാണോ? എനിക്കറിയില്ല എന്താന്ന്.
ഇനി ബാക്കി നമുക്ക് കെട്ട് കണ്ട് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഇതിനിടയ്ക്ക് ക്യാമറമാൻ ചേട്ടൻ വന്ന് കൈക്കിട്ടൊരു തട്ട് തട്ടിയതാണ് ഷെയ്ക്കായത്. അപ്പം അവന് ഹാപ്പി, അവൾ ഹാപ്പി, ഞങ്ങൾ ഹാപ്പി, എല്ലാവരും ഹാപ്പി. കഴിഞ്ഞ് അമ്മ അവിടെ സിന്ദൂരത്തിൻ്റെ പാത്രമൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അമ്മ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. അമ്മ കിടിലമാണ്. പിന്നെ അവിടെ മാലയിടലും കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൈയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആശാൻ രാവിലെ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാൻ ഒരുങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരുങ്ങിയിട്ട് ഞങ്ങൾ മണ്ഡപത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് അച്ചു മുടി സ്ട്രെയിറ്റ് ചെയ്യാനും മുടി സെറ്റാക്കാനായിട്ട് അവൻ പാർലറിലോട്ട് പോയി. അങ്ങനെ സിന്ദൂരക്കുറിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് അമ്പലത്തിൽ തന്നെ അമ്പലക്കാർ അറേഞ്ച് ചെയ്ത സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മോതിരം മാറ ചടങ്ങാണ്. അച്ഛൻ്റെയിലും എനിക്കിട്ടയിലും ഓരോ മോതിരമുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം മാറുന്നുണ്ട്. പെണ്ണിൻ്റെ അച്ഛനാണ് പോക്കറ്റിൽ നിന്ന് പേഴ്സൊക്കെ എടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിലെ കഥകൾ എനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കഥകളെല്ലാം വിവരിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേനെ. ഇനിയിപ്പോൾ ആരോടെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഇതിപ്പോഴേ അറിയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾ വന്നതായിരുന്നു വരവ്. അതായത് തലേദിവസം വരേണ്ട ഞങ്ങൾ അന്ന് രാവിലെയാണ് എത്തിയത്. ഞങ്ങൾ എൻ്റെ വേറൊരു കൂട്ടനുണ്ട്, അതിൽ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്. രാവിലെ ഞങ്ങളൊരു 9 മണിയായപ്പം എറണാകുളം എത്തി. എറണാകുളത്ത് വെച്ചാണ് കല്യാണം നടക്കുന്നത്. ഞങ്ങളവിടെ നിന്ന് ഒരു 9 മണിയായപ്പോഴാണ് എറണാകുളം എത്തുന്നത്. അപ്പം ചെറുക്കൻ്റെ അമ്മ ഒരു മാല ഇട്ട് കൊടുക്കുകയാണ് പെണ്ണിന്. ചെറുക്കൻ്റെ പെങ്ങൾ ആണ് ആ മുടി നോക്കി കൊടുക്കുന്നത്. പെണ്ണിൻ്റെ നാത്തൂൻ. എങ്ങനെ റിലേഷൻ ഒന്നും എനിക്കറിയത്തില്ല. ഇവർ 3 ആൺമക്കളാണ്. പേരും എനിക്കറിയത്തില്ല. ഉണ്ണി, അച്ചു, സുജി, 2 പേരുടെ പേരെ അറിയത്തുള്ളൂ. എനിക്ക് ചേട്ടായുടെ പേരും കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ചെറുക്കനെയും പെണ്ണിനെയും കൈ പിടിച്ച് കൊടുക്കുന്നൊരു ചടങ്ങാണ്. ഹിന്ദുക്കളുടെ ഓൾമോസ്റ്റ് എല്ലാ കല്യാണത്തിനും ഉണ്ടെന്ന് തോന്നി ഇങ്ങനൊരു ചടങ്ങ്, കൈ പിടിച്ച് കൊടുക്കുന്നത്. നമുക്ക് പെണ്ണിൻ്റെ അച്ഛനാണ് ചെയ്യണത്. അപ്പം ഞങ്ങൾ രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ കൈ പിടിച്ച് കൊടുത്തിട്ടുണ്ട്. ആ തിരുമേനിയാണ് കെട്ട് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് അവിടെ ആരൊക്കെയോ എൻ്റെ ഫ്രെയിം നശിപ്പിക്കുന്നുണ്ട്. കൈ പിടിച്ച് കൊടുക്കുന്ന ഫോട്ടോയ്ക്കുള്ള പോസിങ്, പ്രാർത്ഥന, എല്ലാവിധ അനുഗ്രഹങ്ങളും നേരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് അവരൊരു പുതിയ ലൈഫിലേക്ക് കാലുവെക്കുകയാണ്. ഇട്ട് കഴിഞ്ഞ് കൈ പിടിച്ച് വലം വെക്കുന്നൊരു ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങാണ് അടുത്തത്. അപ്പം ആദ്യം മണ്ഡപത്തിന് ചുറ്റുമാണ് വലം വെച്ചത്. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിന് ചുറ്റും വലം വെക്കാൻ പോകുന്നുണ്ട്. അത് ഞാൻ അവരോട് പോയില്ല. അന്നേരം എനിക്ക് വേറെന്തോ കേസ് വന്ന് ഞാൻ അവരോട് പോകാതെ അവിടെ മാറി നിന്ന്. എങ്ങനെ അവർ 3 വട്ടം വലം വെച്ച് വരുന്നുണ്ട്. ക്യാമറാമാൻ ചേട്ടൻ്റെ അവിടെ നിന്ന് ഭയങ്കര ഫോട്ടോ എടുത്തം ഒക്കെയാണ്. അവിടെ അച്ഛൻ്റെ അനിയനുണ്ട്, ബന്ധുക്കാരുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇവിടെ നിന്നത്. അങ്ങനെ വലം വെച്ച് കഴിഞ്ഞ് വന്നിട്ട് അടുത്തായിട്ട് ദക്ഷിണ കൊടുക്കലാണ്. അപ്പം ശാന്തിമാർക്ക് ദക്ഷിണ കൊടുക്കണം, അവിടെ കല്യാണം നടത്തിയ അവിടെ അവർക്ക് ദക്ഷിണ കൊടുക്കണം, പിന്നെ നാദസ്വരം വായിച്ചവർക്ക് ദക്ഷിണ കൊടുക്കണം. അങ്ങനെ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കാനുണ്ട്. എല്ലാവർക്കും അവർ ദക്ഷിണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ദക്ഷിണ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ക്ഷേത്രം വലം വെക്കാൻ പോണത്. അടുത്തതായിട്ട് ഉപഹാരം സമർപ്പിക്കലാണ്. ഉപഹാരം എന്തോ എനിക്കറിഞ്ഞൂടാ. അതായത് പെണ്ണിൻ്റെ അമ്മ ഒരു താലവും വിളക്കും പെണ്ണിനും ചെറുക്കനും കൂടെ സമർപ്പിക്കാൻ ചടങ്ങാണ്. അങ്ങനെ അവരത് സമർപ്പിക്കുന്നുണ്ട്. അവിടെ കൂടിയിരിക്കുന്നവരെല്ലാം വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ക്ഷേത്രം വലം വെക്കണേ. അവർ ക്ഷേത്രം വലം വെച്ച് ലാസ്റ്റ് വന്ന ഒരു സമയത്താണ് ഞാൻ പോയി വീഡിയോ എടുക്കുന്നത്. കുഞ്ഞു പിള്ളേർ കുറേ, അച്ഛൻ്റെ ചേട്ടൻ്റെ പിള്ളേരും നാത്തൂൻ്റെ പിള്ളേരും അങ്ങനെ കുറേ പേരുണ്ട്. ക്യാമറമാൻ ഫോട്ടോയ്ക്ക് പോസ് കൊടുത്താണത്. ഫോട്ടോ എടുക്കാം നിൽക്ക് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുപ്പിക്കുന്നതാണത്. ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടാണ് അച്ഛൻ്റെ ചേട്ടായി. അത് അച്ഛൻ്റെ ചേട്ടയുടെ കൊച്ചാച്ചേട്ടയുടെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ നിന്നു.
ആ ടൈം അതിലും യദുവും അഖിലും കൂടെ നാരങ്ങാവെള്ളം കുടിക്കാനെന്ന് പറഞ്ഞാൽ അവർ പുറത്തോട്ട് പോയേക്കുവാണ്. അവിടെ ഒന്നുമില്ല. അപ്പം ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്പലം വലം വെക്കാനായിട്ട് ഇറങ്ങിയത്. എനിക്ക് പിന്നെ വീഡിയോ വ്ളോഗ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഓടിക്കയറി വന്നു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. യദുണ്ട്, അഖിലുണ്ട്. അഖിലവൻ്റെ കാമുകിയെ വിളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നേരത്തെ രജിസ്റ്റർമാർ ചെയ്ത കല്യാണ ചെറുക്കൻ അതുൽ, അവൻ്റെ കല്യാണം വിളിച്ചില്ല. അവൻ്റെ കല്യാണത്തിൻ്റെ പാർട്ടി ഉടനെ കാണുമായിരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും സദ്യ കഴിക്കാനായിട്ടൊരു എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. പായസവും ബോളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറുക്കനും വീണ്ടും വണ്ടിക്കാതിരിക്കുകയാണ്. അവർ സമയം നോക്കിയിട്ട് 1:30 മുമ്പ് വീട്ടിൽ കയറണം എന്നാണ്. അങ്ങനെ ടൈം നോക്കി വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ചെറുക്കൻ്റെ അനിയൻ അങ്ങോട്ട് പോയിട്ട് അവരോട് ഇറങ്ങേണ്ട കാര്യങ്ങളും മറ്റും പറയുന്നുണ്ട്. അങ്ങനെ ചെറുക്കനും പെണ്ണും വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങുന്നുണ്ട്. ആദ്യം പെണ്ണിറങ്ങി, അതിൻ്റെ തൊട്ട് പുറകെ ചെറുക്കൻ ഇറങ്ങിയിട്ടുണ്ട്. അവരിനി വീട്ടിലേക്ക് വരണം. അപ്പം ചെറുക്കൻ്റെ അമ്മ പറഞ്ഞു അവിടെ വരെയല്ലേ ഉള്ളൂ, പോയി കുടയെടുത്ത് അവർക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ കുട കൊടുക്കുന്നൊക്കെ പറഞ്ഞു. ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും അത്രയും ദൂരമല്ലേ ഉള്ളൂ, കുടയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അമ്മ എടുത്ത് പറഞ്ഞ്. അങ്ങനെ പെൺവണ്ടിക്കകത്ത് ഇറങ്ങി നാത്തൂനോടെ സാരിയൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. വഴിയെ പോകുന്ന ആൾക്കാരൊക്കെ നോക്കുന്നു ഇതാരുടെ കല്യാണം, എന്താ സംഭവം എന്നൊക്കെ. അങ്ങനെ അവർ വീടിൻ്റെ അടുത്തേക്ക് വരികയാണ്. ചെറുക്കനുമുണ്ട്, പെണ്ണുമുണ്ട്, ചേച്ചിയുണ്ട്. അങ്ങനെ 2 ഫോട്ടോഷൂട്ട് അവിടെ. ക്യാമറമാൻ ചേട്ടൻ അവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഇൻസ്ട്രക്ഷൻസ് വഴി അവർ വന്നിട്ടുണ്ട്. അവർ വീടിൻ്റെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അമ്മ വിളക്കെടുക്കാനായിട്ട് പോയേക്കുക. അവിടുത്തെ ബൈക്ക് അതുപോലെ ഞങ്ങൾ മാറ്റി വെച്ചായിരുന്നു ആദ്യം തന്നെ. അങ്ങനെ പെണ്ണിനെ സ്വീകരിക്കാനായിട്ട് അച്ഛൻ്റെ അമ്മ പോയി വിളക്കം കത്തിച്ച് വന്നിട്ടുണ്ട്. ക്യാമറമാൻ ചേട്ടൻ അവിടെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്, മാറിക്കൂ പിള്ളേരെ എന്നൊക്കെ പറഞ്ഞ്. അപ്പം അമ്മ അവിടെ വിളക്കം കൊണ്ടിരിക്കുകയാണ് പെണ്ണ് കയറാൻ വേണ്ടിയിട്ട്. ഗൈസ്, അപ്പോഴത്തേക്ക് ഫോണിൻ്റെ ചാർജർ ഓഫായി പോയതുകൊണ്ട് എനിക്ക് പെണ്ണ് വിളക്കം കൊണ്ടകത്തേക്ക് കയറുന്ന എടുക്കാൻ പറ്റിയില്ല. പിന്നെ മധുരം വെപ്പാണ് എനിക്ക് എടുക്കാൻ പറ്റിയത്. അവിടെ അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫാണ് ചേച്ചി അവർക്ക് മധുരം വെക്കുന്ന ചടങ്ങാണ്. ക്യാമറമാൻ ചേട്ടൻ പറയുന്നുണ്ട് അവിടെ നിന്നെടുക്ക്, അങ്ങനെ കൊടുക്കുന്നൊക്കെ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.